ഏയ്, എങ്ങനെ പോകും? എന്താ കളിക്കുകയാണോ? അതില്ലാന്ന് പറഞ്ഞില്ലേ മുത്തശ്ശി. ആ കാര്യം വിട്ടേക്ക്. അതെങ്ങനെയാ വിട്ടുകളയുന്നേ? അത് ഞങ്ങളുടെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെയും ഭാഗമാണ്. ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. ആ നെക്ലസ് ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. ശിവാനി അത് കൊടുത്തിട്ടാ എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്താനായിട്ട് ഹോസ്പിറ്റലുകാർ തയ്യാറായത്. കണ്ടില്ലേ എന്റെ പേരക്കുട്ടിയെ? എത്ര ദയവുള്ള മനസ്സാണെന്ന്. ഒരാളുടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോ സ്വർണം തന്നെ അവൾ പണയം വെച്ചിരിക്കുന്നു. വളരെ നല്ല മനസ്സാ. പക്ഷെ ആ നെക്ലസ് വേണമല്ലോ അമ്മേ. ഞാൻ പോയി എടുത്തിട്ട് വരാം. അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം വേണ്ട. കയ്യിൽ പണമില്ലാത്തപ്പോ അടുത്തുള്ളവന്റെ കയ്യിൽ സ്വർണ്ണ വളയുണ്ടാവും. ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നവരാ അവര്. എന്ത് ചെയ്യാൻ പറ്റും? സഹായിച്ചല്ലേ പറ്റൂ. ശിവാനി, നിന്റെ കല്യാണം മുടക്കി ലക്ഷ്മിയുടെ കല്യാണവും മുടക്കാനായിട്ട് നീ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ വിജയ് തന്ന നെക്ലേസ് കളഞ്ഞു പോയിന്ന് നീ കള്ളം പറഞ്ഞത്. എന്നാ ആ ഹരിചന്ദ്രനെ പോലെ ഗൗതം ചേട്ടൻ വന്ന് നെക്ലസ് കളഞ്ഞു പോയിട്ടില്ല, അത് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്, അത് കൊടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്തതെന്ന് സത്യം ഒന്ന് തുറന്നു പറഞ്ഞു. എല്ലാവരുടെ മുന്നിലും ഞാൻ ത്യാഗം ചെയ്തവളായി. ഇപ്പൊ ഈ ആഭരണമൊക്കെ ഇട്ട് ആ കോമാളി വിജയുടെ മുന്നില് കാറ്റ് വാക്ക് ചെയ്യണമായിരിക്കും. ഓ, തലയിലെടുത്ത്. ഞാനൊന്ന് വിചാരിച്ച മറ്റൊന്നാണല്ലോ നടക്കുന്നത്. എല്ലാം സ്വയം നടന്നതല്ലോ. ആ മഹാനുഭാവല് ഗൗതം ചേട്ടനാണ് ഇതിനെല്ലാം കാരണം. നോക്ക് ശിവാനി, ഞാൻ സത്യം പറഞ്ഞു എന്ന് വെച്ച് നിനക്കെന്നോട് ദേഷ്യമുണ്ടാവും. പക്ഷേ അവർ കൊടുത്ത ആ സ്വർണം ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാ. അതുകൊണ്ടാ എൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടതെന്നും എനിക്കറിയാം. അതിനെനിക്ക് നിന്നോട് നന്ദിയുണ്ട്. എന്റെ ദൈവമേ, ഞാൻ നിങ്ങളെ തൊഴാം. ഇങ്ങനെയുള്ള സെന്റിമെന്റ് ഡയലോഗൊന്നും എന്നോട് പറയണ്ട. എനിക്ക് കേൾക്കുമ്പോഴേ ടെൻഷനാ. എനിക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നടക്കുന്നതെന്നോർത്ത് വെറുത്ത് നിൽക്കുക ഞാൻ. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് വേണ്ടിയാണെന്നാണോ വിചാരിച്ചേ? അതെന്താ? നിനക്ക് വേണ്ടിയല്ലാതെ പിന്നെ ആർക്കു വേണ്ടിയാ നീ കല്യാണം മുടക്കാനായിട്ട് നോക്കുന്നത്? നീ പറയ് ശിവാനി, ഇത് നിനക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് വേണ്ടിയാ നീ ചെയ്യുന്നതെന്ന് പറഞ്ഞേ പറ്റൂ. ചേട്ടാ, എന്റെ മൂഡ് ഒട്ടും ശരിയല്ല. നിങ്ങൾ പോയി കല്യാണ ലെറ്റർ പ്രിന്റ് അടിക്കുകയോ വീട്ടിന് മുന്നിൽ പന്തല് കെട്ടുകയോ അല്ലെങ്കിൽ പരവതാനി വിരിച്ച് ഇവിടെ തന്നെ കല്യാണം നടത്തുകയോ എന്താന്ന് വെച്ചാ ആയിക്കോ. പോ ഇവിടുന്ന്. ദേവി, ഇത് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്റെ ഗായത്രി ചേച്ചിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയാണോ ഈ കല്യാണം മുടക്കുന്നതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ അത് തെറ്റാണ്. കാര്യം എന്താന്ന് വെച്ചാൽ നിന്റെ ഗായത്രി ചേച്ചി ഇപ്പോൾ ജീവനോടെ ഇല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ പറ്റി നീ ഒന്ന് ചിന്തിക്കേ. അങ്ങനെ ആരുണ്ട്? എനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് എന്റെ ഭാവി ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്ന ആരുണ്ട് ഈ വീട്ടില്? പറയും. എന്റെ അമ്മ എന്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അമ്മയെ പോലെ എന്നെ നോക്കിയ സാവിത്രി അമ്മായിയും എന്നെ വിട്ടുപോയി. വല്യമ്മ എന്ന് പറയുന്നില്ലേ, എന്നെ വളരെ നന്നായിട്ട് തന്നെയാ നോക്കുന്നത്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വല്യച്ഛനൊന്ന് കണ്ണുരുട്ടിയാ തല കുനിച്ച് നിൽക്കും. അപ്പൊ ഞാൻ കൂടെയാണോ ഉള്ളത്, ദൂരെയാണോ ഉള്ളത്, എവിടെയാ ഉള്ളതെന്ന് അവർക്ക് കാണാനേ കഴിയില്ല. എന്റെ ഗീത വല്യമ്മ ഒരു ആസ്മ പേഷ്യന്റാ. ആരെങ്കിലും ഒന്ന് കടുപ്പിച്ച് സംസാരിച്ച ഒരുപാട് പരിഭ്രമിക്കും. പേടിച്ചു പോകും അവര്. ശ്വാസം കിട്ടാതെ മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കൃത്യസമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ എല്ലാം സഹിച്ച് ഇതുവരെ എത്തിയത്. എന്നാ ഇത്രയും പ്രായമായ എനിക്ക് നല്ല ഭാവി ജീവിതം ഉള്ളവർക്ക് വേണ്ടി
എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാ ചേട്ടനത് മനസ്സിലാവേയില്ല. ആർക്ക് വേണ്ടിയാണെന്ന് നിനക്ക് മര്യാദയ്ക്ക് പറയാലോ. അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? പറയില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധിച്ച അത് ഉടനെ പറയണമെന്നാണോ? വാക്ക് കൊടുത്തു എന്ന് പറയുന്നു, പക്ഷെ നീ ആവേശത്തോടാണല്ലോ സംസാരിക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്താ സംസാരിക്കുന്നതെന്ന് പോലും അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരോടൊക്കെയുള്ള ദേഷ്യത്തെ നീ എന്റെ മേലെ തീർത്തോണ്ടിരിക്കുവാണല്ലോ. ശരി തന്നെയാ. നിങ്ങളും കൂടി എന്നെ ഇപ്പൊ വഴക്ക് പറയാനല്ലേ വന്നിരിക്കുന്നേ, അല്ലാതെ കല്യാണ ലെറ്ററിൽ പേരെഴുതാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കിയ കണ്ടു നിൽക്കുന്നവർ എന്താ ചിന്തിക്കുക? അവര് കാണാൻ വന്നത് നിന്നെയാണ്. അത് ശരിയാ. ഈ ആഭരണമൊക്കെ ഇട്ട് കഴിഞ്ഞാ ഞാനൊരു ശിലയായി അങ്ങ് മാറുമല്ലോ, എല്ലാവർക്കും കണ്ട് കൈയടിച്ചിട്ട് പോവാൻ. നീ കാണാൻ നല്ല സുന്ദരിയാ ശിവാനി. ഓ, നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞില്ലേലും എനിക്കറിയാം ഞാൻ നല്ല സുന്ദരിയാണെന്ന്. ഇങ്ങനെ ചിരിക്കുമ്പോ എനിക്ക് കുറെ കൂടെ ദേഷ്യം വരിക. ചിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വച്ചൊരു ഇടി തന്നാലുണ്ടല്ലോ മുഖത്തിന്റെ ഷേപ്പ് അങ്ങ് മാറിക്കിട്ടും. എന്തൊക്കെ ചെയ്താലും അവസാനം ഞാൻ എന്റെ കല്യാണം തന്നെ മുടക്കിയാലും അതെല്ലാം ലക്ഷ്മിയുടെ നല്ലതിന് വേണ്ടിയിട്ടാ ഗൗതം ചേട്ടാ. ആവശ്യമില്ലാതെ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കള്ളങ്ങൾ ഒരിക്കലും പറയില്ലായിരുന്നു. ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേനെ. ഒടിയാണ്. നീ അന്ന് നിന്റെ വയസ്സറിയിച്ച സമയത്ത് ഇട്ടുകൊണ്ട് വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. നല്ല കാര്യങ്ങൾ എപ്പോഴും ഓർത്തു വെക്കണമല്ലോ. അതല്ല എന്റെ സാറേ, കയ്യിലിടുന്ന കുപ്പിവളകള്, കാലിലിടുന്ന കൊലുസുകള്, ഇടുപ്പിലണിയുന്ന ഒഡ്യാനവും ഇതൊക്കെ അല്ലാതെ ഒരു പെണ്ണിന്റെ മുഖം എന്താ നിങ്ങൾ ഒരിക്കലും നോക്കില്ലേ? എന്നെപ്പറ്റി നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ശിവാനി. ഒരുമാതിരി വൃത്തികെട്ടവന്മാരോട് സംസാരിക്കുന്ന പോലെ. നേരെ നിക്ക്, ഇത് ഞാൻ ഇട്ടുതരാം. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ നിവർന്നു നിന്നാലേ എനിക്ക് ഒടിയാണം ഇട്ട് തരാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണോന്നാ? നിന്റെ രണ്ട് കൈയും പൊക്ക്. അതെ, ഇവിടെ ഞാനൊരു പ്രസാദവും തരുന്നില്ല. നേരെ നിക്ക്. ശ്വാസം ഒന്ന് അടക്കി പിടിച്ച് നിന്റെ വയറൊന്ന് വലിച്ചുള്ളിലോട്ടാക്ക്. അങ്ങനെ നിന്നു. കൊച്ചിലെ തീപ്പെട്ടിക്കൊള്ളി പോലെ ഇരുന്നവളാ ഇപ്പം തടിച്ച് ഈ ഒടിയാണം ഒരിടത്തും ചേരുന്നില്ല. തീറ്റയൊന്ന് കുറച്ചാൽ മാത്രം മതി. സ്വർണത്തിന് കുറച്ച് കട്ടിയൊക്കെ ആവാം, പക്ഷെ ഇടുന്നവരങ്ങനെ ആയാൽ കൊള്ളൂല. നിങ്ങളുടെ റൊമാൻസ് നന്നായിട്ടുണ്ട്. റൂമിൽ വന്ന് ശിവാനി ആഭരണങ്ങൾ അണിയാണെന്നാ വിചാരിച്ചത്. നീ അണിയിക്കുകയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നന്നായിട്ടുണ്ട്. നിനക്കിന്ന് വെച്ചിട്ടുണ്ട്. വിജയ്, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, നീ ഒന്നും പറയണ്ട. നീ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ? എന്ത് തെറ്റിദ്ധരിച്ചു? നീ അവളെ കൊഞ്ചിക്കുന്ന കണ്ട് ഞാൻ കൈയടിക്കണോ അല്ലേ?
എടാ പറയടാ, നീ എന്താടാ ചെയ്തേ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. റാസ്കൽ, എന്റെ ചേട്ടന്റെ കോളർ കയറി പിടിക്കുന്നോ? രണ്ടുപേർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. വിജയ്, കല്യാണ പെണ്ണല്ലേ തലകുനിച്ച് നിൽക്കേണ്ടത്. നീ എന്തിനാടാ തലകുനിച്ചിരിക്കുന്നേ? നിന്റെ കരണത്തിലടിച്ച ആ പെണ്ണ് തന്നെയാ തെറ്റ് സമ്മതിച്ച് തലകുനിച്ച് നിൽക്കേണ്ടത്. നീ എന്തിനാ തലകുനിച്ച് നിൽക്കുന്നത്? എന്താ മോനെ, എന്താ നടന്നത്? ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? റൂമിൽ പോയി ആഭരണം ഇട്ടിട്ട് വരാന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ കൊച്ചുമോള് പോയത്. മുറപ്പെണ്ണിന്റെ പിന്നാലെ മുറച്ചെറുക്കനും പോയിരിക്കുന്നു. ഇവർ രണ്ടും കൂടെ ആ മുറിയിൽ എന്ത് ചെയ്യായിരുന്നു? ഇവരെന്ത് ചെയ്യാന്നറിയാൻ വേണ്ടിട്ട് എന്റെ മോൻ ചെന്ന് നോക്കി. ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോൾ അടിക്കുകയും ചെയ്തു. ശിവാനി തല്ലിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിനൊരു കാരണം ഉണ്ടാവും. ഇത് സത്യമാ. ഒരു പെണ്ണൊന്നും ചിന്തിക്കാതെ ഒരു പുരുഷനെയും അടിക്കില്ല. ഇത്രയും നടന്നിട്ടും നിങ്ങളുടെ മകൻ എന്നാ മിണ്ടാൻ നിൽക്കുന്നത്? എന്തു പറയണോന്നാ? ഒരു പെണ്ണ് എന്റെ ചെകിട്ടത്ത് അടിച്ചു എന്ന് പറയണോ? അതോ ഇനി കെട്ടാൻ പോകുന്ന പെണ്ണ് അവളുടെ വീട്ടിൽ വെച്ച് തന്നെ എന്നെ അടിച്ചു എന്ന് പറയണോ? നടന്നതൊരു ചെറിയ കാര്യമാണ്. ആവശ്യമില്ലാതെ അത് ഊതി വീർപ്പിക്കണ്ട. നോക്കുവമ്മേ, ഒരു പെണ്ണിന്റെ മുറിക്കകത്ത് ഗൗതം എന്തിനു പോയെന്ന് പറ. നിങ്ങളുടെ മകൻ എന്തിനാ പോയത്? നീ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇനി എന്താ സംസാരിക്കാനുള്ളത്? കല്യാണക്കുറി അടിക്കും മുമ്പ് തന്നെ എന്റെ മോന്റെ കരണത്തടിച്ചു. നാളെ ഭർത്താവായാൽ പിന്നെ ഇവനെ ചവിട്ടി മതിക്കില്ലെന്ന് ആര് കണ്ടു? ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട. വാ പോകാം. അയ്യോ, ഈ കല്യാണം എങ്ങനെങ്കിലും ക്യാൻസൽ ആക്ക്. ഈ ശനി ഒന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഒന്ന് നിന്നേ. നടന്നത് മുഴുവൻ നമ്മൾ അറിയാതെ ഞങ്ങളുടെ മേൽ കുറ്റം ചുമത്തിയിട്ട് പോയാൽ ഇല്ലാതാകുന്നത് നിങ്ങളുടെ മാനമല്ല, ഞങ്ങളുടേതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മോന്റെ മുഖത്ത് ഇവൾ അടിച്ചാൽ ഞങ്ങളുടെ മാനം പോവില്ലേ? ആനന്ദരാജ്, നിങ്ങളൊന്ന് സമാധാനമായിരിക്കുക. നടന്നതെന്താണെന്ന് നമുക്കറിയണ്ടേ. അതിനുശേഷം ആരാണ് കുറ്റം ചെയ്തതെന്ന് മനസ്സിലാവും. ഗൗതം, എന്താ സംഭവിച്ചതെന്ന് പറയേ. ഇവർ കൊടുത്ത നെക്ലസ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെടുക്കുന്ന കാര്യം സംസാരിക്കാൻ ഞാൻ ശിവാനിയുടെ അടുത്ത് ചെന്നു. അത് കളഞ്ഞു പോയി എന്ന് കള്ളം പറഞ്ഞ എന്താണെന്ന് ഞാൻ ഇവളോട് ചോദിച്ചു. നീ അവൾക്ക് ആഭരണങ്ങൾ അണിയിച്ചതും ഒഡ്യാന അണിയിച്ചതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് നോക്ക് മോനെ, മുറപ്പെണ്ണിനെ മുറച്ചെറുക്കാൻ സഹായിക്കുന്നത് തെറ്റല്ല. അത് നിങ്ങൾ തെറ്റായ രീതിയിൽ കാണരുത്. എന്റെ പേരക്കുട്ടി തീയാണ്. എന്നാ പിന്നെ എന്റെ മകൻ ഒരു തെറ്റും ചെയ്യാതെ ഇവൾ എന്തിനാ അടിച്ചത്? ശിവാനി, നീ ഇങ്ങനെ മിണ്ടാതെ നിന്നാലുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ ഇവരോട് ക്ഷമ ചോദിക്കേണ്ടി വരും. പറയാ. ഗൗതം ചേട്ടൻ ഒഡ്യാന അണിയിച്ചു തന്നു. തെറ്റായ ഉദ്ദേശത്തിലല്ല. പക്ഷേ അത് കണ്ടിട്ട് ഞങ്ങളെ തെറ്റിദ്ധരിച്ച് ഗൗതം ചേട്ടൻ ശൃംഗരിക്കുകയാണെന്ന് കരുതി ചേട്ടന്റെ കോളറി കയറി പിടിച്ചു. അതുകൊണ്ടാ ഞാൻ ദേഷ്യം വന്ന് അടിച്ചത്. കണ്ടില്ലേ, ഒരു പയ്യനോട് കൊഞ്ചിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? ദേഷ്യം വരുമേ.
ആഭരണങ്ങൾ ഇടാനും ഒട്ടിയാനം ഇടാനും ഒക്കെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഗൗതമിന്റെ അനുജത്തിമാരിവിടെ ഉണ്ടായിരുന്നല്ലോ. പുറച്ചിറക്കനാണെങ്കിലും എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ അമ്മേ. ദേഷ്യപ്പെടേണ്ട ആനന്ദരാജ്. ഒന്നും വേണ്ട ചേട്ടാ. എന്റെ മോനൊരു കാര്യം ചോദിച്ചാ ഇങ്ങനെ ചേട്ട തടിക്കുകയാണോ വേണ്ടത്? ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. വെയിറ്റ് ഒരു മിനിറ്റ് നിൽക്കുക. വെറുതെ വഴക്കിടണ്ട. ഇത്രയും നേരം ഞാൻ മിണ്ടാതെ നിന്നത് ഇതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതിലാണ്. സംസാരിക്കുന്ന വാക്കുകളിലാണ് പ്രശ്നം. ഇപ്പൊ നീ എന്താ പറയുന്ന മോനെ? ദയവ് ചെയ്ത് നിങ്ങൾ വിവാഹം ക്യാൻസൽ ചെയ്യരുത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ നടക്കാൻ പോകുന്നത് ഒരു കല്യാണമല്ല, 2 കല്യാണമാണ്. സത്യമാണ്. ഈ പ്രശ്നത്തിൽ യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങൾ മറന്നു. ഗൗതമിന്റെ അനിയത്തിയുടെ കല്യാണം, ശിവാനിയുടെ കല്യാണം, രണ്ടും നടക്കാൻ പോവാ. ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങളോട് സോറി പറയണം, അത്രയല്ലേ ഉള്ളൂ. സോറി എന്നൊരു വാക്ക് പറഞ്ഞാൽ എല്ലാം ശരിയാവുമോ? വേണമെങ്കിൽ എന്റെ അനിയത്തി ശിവാനി നിങ്ങളുടെ മകൻ വിജയുടെ കാല് വീണ് മാപ്പ് പറയും. ഞാൻ ചത്താലും അത് ചെയ്യില്ല. എന്താ ശിവാനി ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് വേറെ ആരുമല്ല, നിന്റെ വരുംകാല ഭർത്താവാണ്. കാലിൽ വീഴുന്നതിൽ ഒരു തെറ്റുമില്ല. നിന്നെ ആശീർവദിക്കുന്നതായി കണ്ടാൽ മതി. വിവാഹം തന്നെ വേണ്ടാതെ പറയുന്നവരോട് ഞാൻ ക്ഷമ ചോദിച്ചാ അവർ സന്തോഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിലെന്താ ന്യായം? വിവാഹം തന്നെ വേണ്ടാതെ പറയുന്നവരോട് ഞാൻ ക്ഷമ ചോദിച്ചാ അവർ സന്തോഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിലെന്താ ന്യായം? ഏയ്, നീ പിടിവാശി കാണിച്ചാൽ ഈ ബന്ധം നിന്ന് നമ്മുടെ മാനവും പോകുമെന്നറിയാവോ? ശിവാനി, നീ ഇവരോടൊന്ന് ക്ഷമ ചോദിച്ചാൽ മാത്രം മതി. എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ തന്നെ തീരും. ഞാൻ ഇതിനെ കാലിൽ വീഴുന്നേ? പ്രശ്നം ഉണ്ടാക്കിയത് അവരല്ലേ. ഞാൻ അടിച്ചതിൽ ഒരു തെറ്റുമില്ല. മോളെ, നീ സംസാരിക്കാതിരിക്കുന്നതാ ഇപ്പൊ നല്ലത്. കൂടുതൽ സംസാരിച്ചതൊരു വലിയ പ്രശ്നമാക്കരുത്. എല്ലാം മനസ്സിലായി. നിങ്ങൾ താഴ്ന്നും കൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. മാപ്പ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വലിയ അഭിമാനക്കുറവാണല്ലോ. എന്നാൽ ഞങ്ങളോ നിങ്ങളുടെ നടിയും വാങ്ങിച്ച് മിണ്ടാതങ്ങ് പോണം. അങ്ങനെയല്ലേ? നടക്കങ്ങോട്ട്. ഒരു മിനിറ്റ് നിൽക്ക്. ഞാൻ ശിവാനിയുടെ റൂമിലോട്ട് പോയത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. വിജയ് പറയുന്നത് കേട്ടിട്ട് ശിവാനി ഇവനെ അടിച്ചതും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെയായാലും ശരി, മുതിർന്നവരായ നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഏട്ടൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? വേണ്ട ഏട്ടാ, ഞങ്ങൾ ജീവനോടുള്ളപ്പോ ഏട്ടൻ അത് ചെയ്യരുത്. അല്ല, ജസ്റ്റ് കാലും തൊട്ടാ മതി, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഏട്ട അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങളോട് മിണ്ടാതിരിക്കാൻ മാത്രം പറയരുത് ഏട്ടാ. ഏട്ടൻ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ സമ്മതിച്ചു തരില്ല. അതെ ഏട്ടാ, ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏട്ടൻ ഇതിനു മുന്നേ അപമാനിച്ചപ്പോഴൊക്കെയും ഏട്ടൻ മിണ്ടാതെ നിന്നത്. പക്ഷെ ഏട്ടൻ ചെയ്യാത്തൊരു തെറ്റിന് എല്ലാവരുടെയും മുന്നേ തലകുനിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഇത് 2 പെൺകുട്ടികളുടെ കല്യാണത്തെ സംബന്ധിച്ച വിഷയമാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുക. നീ
നിക്ക് ചേട്ടാ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ശിവാനി, അതെ, നിങ്ങളുടെ ചേട്ടനെ തന്നെയാ പറഞ്ഞത്. ഈ കല്യാണം നടക്കാൻ വേണ്ടി ഇത്രയും തലകുനിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ അവരുടെ കാലിന് വീഴില്ലാന്ന് വാശിയോടെ പറഞ്ഞു. എന്ന് വെച്ച് എനിക്ക് വേണ്ടി ചേട്ടൻ എന്തിനാ മാപ്പ് പറയുന്നത്? അയ്യോ വേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇവരുടെ കാലിൽ വീണ് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം അങ്ങ് തീരും. അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ദേവി, ഇത് ചേട്ടൻ ഇവിടുന്ന് പോണം. ശിവാനി, അതെ വല്യമ്മേ, കല്യാണ ലെറ്ററില് പേരെഴുതി കഴിഞ്ഞല്ലോ. പിന്നെ ഇനി ഇവിടെ എന്താ കാര്യം? ഇവിടെ നിന്ന് പോയി തരുമോ? ഏയ് ലക്ഷ്മി, ഇവിടുന്ന് പോ. നീയും അനിയത്തിമാരും നിങ്ങളുടെ ഏട്ടനെ കൂട്ടിട്ട് ഇവിടുന്ന് പോ.